കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനം സന്ദർശിച്ച് സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇപ്പോഴിതാ സഞ്ജയ് റാവത്ത്, ശിവസേനയിലെ സഞ്ജയ് റാവത്ത് ഇതിനെ ആക്രമിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂർ സന്ദർശിച്ചത് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം RSSനെ അറിയിക്കാനാണെന്നും ഈ വരുന്ന സെപ്റ്റംബറോടുകൂടി പ്രധാനമന്ത്രി ആയി ഇരിക്കുന്ന നരേന്ദ്രമോദി ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയും മറിച്ച് മറ്റൊരു പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ളത് RSS തീരുമാനിക്കുമെന്നും ആ പ്രധാനമന്ത്രി, അതായത് മോദിക്ക് ശേഷം വരുന്ന പ്രധാനമന്ത്രി അത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരാളായിരിക്കും എന്നുമാണ് ഇപ്പോൾ സഞ്ജയ് റാവത്തിന്റെ വിവാദ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ RSSനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന നിതിൻ ഗഡ്കരി ആയിരിക്കണം സഞ്ജയ് റാവത്ത് ഉദ്ദേശിച്ചത് എന്നാണ് പല ആൾക്കാരും ഇപ്പോൾ അഭ്യൂഹം പരത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും നാഗ്പൂരിൽ RSS സ്ഥാപകർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും RSS മേധാവി മോഹൻ ഭാഗവതിനെയും കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും ചർച്ച ചെയ്തത് മോദിയുടെ അടുത്ത പിൻഗാമിയായി ആര് വരണം എന്നുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറയുന്നത്. BJPയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തിനും സംഘത്തിന്റെ തീരുമാനം അന്തിമമായി പരിഗണിക്കും. സംഘം തങ്ങളുടെ ആഗ്രഹം പോലെ BJP പ്രസിഡന്റ് സ്ഥാനം കൈമാറുമെന്ന് വ്യക്തമാണ്. 10 വർഷത്തിനു ശേഷം മോദി നാഗ്പൂർ സന്ദർശിക്കുകയും RSS ആസ്ഥാനവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത് സാധാരണ കാര്യമല്ല. വലിയൊരു വിഷയം ഇതിനകത്തുണ്ട്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരമിക്കൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും സഞ്ജയ് റാവത്ത് പറയുന്നത്. സഞ്ജയ് റാവത്ത് ആയതുകൊണ്ട് തന്നെ സഞ്ജയ് റാവത്തിനെ വിശ്വാസയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടല്ല കണക്കാക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരു വ്യക്തിയാണ് സഞ്ജയ് റാവത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അത്ര തന്നെ പ്രാധാന്യം കൊടുത്താൽ മതി എന്നുള്ളതും ഇപ്പോൾ പല വൃത്തങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോദി രാജിവെക്കും എന്നുള്ളതാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ വഖഫ് ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ മോദി സർക്കാർ തന്നെ പൂർണ്ണമായും വീഴും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സഞ്ജയ് സിംഗ്. നിതീഷും നായിഡുവും പിന്തുണ പിൻവലിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. വഖഫ് ബില്ലിനെ കുറിച്ച് രാജ്യത്ത് രാഷ്ട്രീയ വാചാടോപങ്ങൾ തുടരുകയാണ്. അതേസമയം BJP വഖഫ് ബില്ല് കൊണ്ടുവന്നാൽ മോദി സർക്കാർ വീഴുമെന്ന് AAP MP ആയിട്ടുള്ള സഞ്ജയ് സിംഗ് ആണ് പറഞ്ഞത്. എന്തായാലും നിതീഷും നായിഡുവും ഉറപ്പായിട്ടും നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും വഖഫ് ബില്ല് വന്നു കഴിഞ്ഞാൽ പുറത്തു പോകുമെന്നും ഇയാൾ ഉറപ്പിച്ച് പറയുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.